ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുമ്പിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്ത്യാനികളായ ക്രിസ്തുവിന്റെ അനുയായികളായ നിങ്ങൾക്കെല്ലാവർക്കും സഭയുടെ പിറന്നാളിന്റെ മംഗളങ്ങൾ നേരുന്നു. പന്തക്കുസ്ത തിരുനാൾ ദിവസമായ ഇന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിൽ ശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരിൽ നിന്ന് വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുകയും സഭയിൽ അംഗത്വമെടുക്കുകയും സഭാമക്കളായി ലോകമെങ്ങും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ജീവിത മാതൃകകൾ കൊണ്ട് പുതിയ തലമുറയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതം ആത്മാവിൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായിട്ട് ഈ വലിയ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ മിഷണറിമാരെയും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും യഥാരയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് CMI സഭ മിഷൻ ഡേ ആയി അനുസ്മരിക്കുന്ന ഈ ദിവസം സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായ വിധത്തിൽ ധാരയിൽ ചേർത്ത് വയ്ക്കുന്നു. ഒരു നിമിഷം ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹം എത്രയോ മഹനീയമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ജനനവും കുദാശകളിലൂടെയുള്ള പരിപുഷ്ടിപ്പെടുത്തൽ എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം.
ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാരബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
വല്ലഭനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെയും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ 11 വരെ ആസ്വദിക്കണമേ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, ആത്മീയഭാനങ്ങളെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതിയായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഇതറിയിക്കുന്നു. ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും ഈശോ ശപിക്കപ്പെട്ടവരെന്ന് പറയാൻ കഴിയില്ല. ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേ ഉള്ളൂ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ. ഓരോരുത്തർക്കും പൊതുനന്മയ്ക്ക് വേണ്ടി ആത്മാവിനെ വെളിപ്പെടുത്താൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് വിജ്ഞാനത്തിന്റെ വചനം ആത്മാവാൽ നൽകപ്പെട്ടിരിക്കുന്നു. മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിന്റെ വചനം, വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസവും, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തി വരങ്ങളും. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും മറ്റൊരുവന് പ്രവചനവും. ഇനി ഒരുവന് ആത്മാക്കളെ ഗ്രഹിച്ചറിയുവാനുള്ള കഴിവും, വേറൊരുവന് വിവിധ ഭാഷകളും, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും. ഓരോരുത്തർക്കും തന്റെ ഇഷ്ടമനുസരിച്ച് പ്രത്യേക ദാനങ്ങൾ നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി.
നല്ലൊരാശയമെൻ മനത്താരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെൻ ഭാവിപ്പോൾ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സുവിശേഷം 14-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എന്തെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും. അവർ എന്നെ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ അയക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്ക് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എന്റേതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അമേരിക്കൻ വാഹനങ്ങളിൽ ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു ബ്രാൻഡാണ് ജീപ്പ്. ജീപ്പ് കമ്പനി പുറത്തിറക്കിയ ഒരു വേരിയന്റ് ഗ്രാൻഡ് ചെറക്കി എന്ന പേരിലാണ് പ്രസിദ്ധമായത്. ഗ്രാൻഡ് ചെറക്കി എന്ന ആ വേരിയന്റിന്റെ പേരിന് പിന്നിൽ പ്രസിദ്ധമായ ഒരു റെഡ് ഇന്ത്യൻ ആദിവാസ ഗ്രൂപ്പിന്റെ കഥയുണ്ടെന്ന് പറയാറുണ്ട്. പാസേജ് ഓഫ് അഡൽട്ട്ഹുഡ് എന്ന് വിളിക്കപ്പെടുന്ന കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു ആൺകുട്ടിയും കടന്നു പോകേണ്ട അവരുടെ ഒരു പ്രത്യേക ആചാര രീതിയെ കുറിച്ചുള്ള കഥയാണ്. ഒരു ആൺകുട്ടി ഒരു പുരുഷനായി തീരുന്നതിന് ആ സമൂഹം ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. പ്രത്യേക പ്രാർത്ഥനകളും ആചാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ആൺകുട്ടിയെ
അകലെയുള്ള വനത്തിലേക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി വനത്തിന് നടുവിൽ ഹിംസ്രജീവികൾ അധിവസിക്കുന്ന വനത്തിന് നടുവിൽ ഒരു മരത്തിൽ കെട്ടിയിടും. അന്ന് രാത്രിയിൽ മൃഗങ്ങൾ വേട്ടയാടി അവനെ കൊന്നുകളഞ്ഞാൽ അവൻ പുരുഷനായി തിരിച്ചു വരില്ല. ആ രാത്രിയുടെ ഭീകരതയും വന്യമൃഗങ്ങളുടെ ആക്രമണവും അതിജീവിക്കുവാൻ അവന് സാധിച്ചാൽ അവൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത് പുരുഷനായിട്ടാണ്. ഇങ്ങനെ വനത്തിന് നടുവിലെ മരത്തിൽ കെട്ടിയിടപ്പെട്ട ഒരു ആൺകുട്ടി അന്ന് രാത്രി മുഴുവൻ തനിക്ക് ചുറ്റും മലറി വിളിക്കുന്ന ഹംസജീവികളുടെ പേടിപ്പെടുത്തുന്ന സ്വരത്തിന് നടുവിൽ പ്രാർത്ഥിച്ച് വിറങ്ങലിച്ച് എങ്ങനെയും പ്രഭാതം കാണുമെന്ന് ആഗ്രഹിച്ചു കഴിയുന്നുണ്ട്. നേരം എടുത്തപ്പോൾ അവർ തിരിച്ചറിഞ്ഞു അവനെ ഒരു മൃഗങ്ങളും വേട്ടയാടിയിട്ടില്ല. അതിനേക്കാളും അവനെ അത്ഭുതപ്പെടുത്തിയത് നേരെ നന്നായി എടുത്തു കഴിഞ്ഞപ്പോൾ അവനെ കെട്ടിയിട്ടിരുന്ന മരത്തിന് മുകളിൽ പുലർച്ച അമ്പമായി ഏത് മൃഗം വന്നാലും അതിനെ വേട്ടയാടി കൊല്ലുവാൻ കരുത്തനായി തന്റെ സ്വന്തം പിതാവ് കരുതലോടെ കാത്തിരിക്കുന്ന കാഴ്ച കണ്ടതുകൊണ്ടാണ്. ഇന്നും ഓരോ ആൺകുട്ടിയും ചിറക്കി വിഭാഗത്തിൽ നിന്ന് പാസേജ് ഓഫ് ദി അഡൽട്ട്ഹുഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തപ്പെടുന്ന ഈ ചടങ്ങ് ഒരു രഹസ്യ ആചാരമായി തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാത്ത എങ്കിൽ നിലനിൽക്കുന്നതായ ഒരാചാരമായി കടന്നു പോകുന്നു എന്നാണ് ഈ കഥ എഴുതിയ ചരിത്രബോധമുള്ള കഥാകാരൻ പറയുക. കരുതലോടെ കാത്തിരിക്കുന്ന അപ്പന്റെ ചിത്രം. വിവാഹം കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിൽ നിന്ന് വരന്റെ കൂടെ വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നടക്കുന്ന എല്ലാ കുടുംബങ്ങളിലും നടന്നിട്ടുള്ള വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയെയും അപ്പനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന പെൺകുട്ടിയുടെ ചിത്രം. അവർക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അറിയാം ഈ വേർപാട് ജീവിതത്തിന്റെ അനിവാര്യതയാണ്. എങ്കിലും ഇത്തരം ഒരു ചടങ്ങ്, വിവാഹമെന്ന കുദാശയോ ചടങ്ങോ ആരംഭിച്ചിടം മുതൽ ഇന്ന് വരെയും ഇനി അങ്ങോട്ടും നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ്. അത്രയേറെ കുടുംബത്തിന്റെ ഭാഗമായി തീർന്നവളാണ് ഇന്നു മുതൽ മറ്റൊരു കുടുംബത്തിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. ആ വേർപാട് വളരെ വേദനാജനകമാണ്. അതിൽ നൊമ്പരപ്പെട്ട് കരയുന്നവരുടെ ഉള്ള പിന്നുകയാണ്. ക്രിസ്തു യോഗം വിട്ട് പിതാവിന്റെ പക്കലേക്ക് മടങ്ങുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരെ അരുമകളെ ചേർത്ത് പിടിച്ച് പറയുകയാണ്, ഞാൻ പോയേ മതിയാവും. ഈ വേർപാട് സുനിശ്ചിതമാണ്. എന്റെ ഈ വേർപാടിനെ തുടർന്നാണ് നിങ്ങളുടെ ജീവിതത്തില് ശക്തി ഉണ്ടാവുക. ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ആത്മാവിൽ വസിക്കുകയും നിങ്ങളെ പ്രബുദ്ധരാക്കുകയും ശക്തിയുള്ളവരാക്കുകയും ആത്മാവിൽ നിറഞ്ഞവരായി ഈ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആത്മവിശ്വാസമുള്ളവരായി തീർക്കുവാനും പിതാവിൽ നിന്ന് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കും എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്ന, ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ വചനഭാഗമാണ് നാം കേട്ടത്. ഈ ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെട്ടവരായാണ് ലോകം ഇന്നോളം മിഷണറിമാരും വിശ്വാസികളായ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സുവിശേഷ മാതൃക ജീവിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. പുസ്തകത്തിലെ അനുഭവത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വചനഭാഗത്ത് പ്രാർത്ഥിച്ചിരുന്നവരുടെ ഇടയിലേക്ക് അഗ്നിനാളങ്ങളായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതും ആത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് അന്നോളം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മവിശ്വാസത്തോടു കൂടി ജെറുസലേമിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളോട് പല ഭാഷകളിൽ സംസാരിക്കുന്നതുമാണ് നടപടി പുസ്തകത്തിൽ നിന്ന് പന്തക്കുസ്താനത്തിൽ നാം വായിച്ചു കേൾക്കുക. അവിടെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു വചന ചിന്ത നമുക്കായി നടപടി പുസ്തകം വച്ചു നീട്ടുന്നുണ്ട്. പണിതുകൊണ്ടിരുന്ന ജനങ്ങളുടെ അഹങ്കാരത്തിനിടയിൽ ദൈവത്തിന്റെ ഇടപെടൽ
ഉണ്ടാകുമ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്നവർ പല ഭാഷകൾ സംസാരിക്കുന്നവരായി ചിതറിപ്പോകുന്നിടത്ത് തുടങ്ങുന്ന മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥതലത്തെ ഒരു ഭാഷ സംസാരിച്ചിരുന്നവർ പല ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് നേടുകയും എന്നാൽ എല്ലാവർക്കും അത് തങ്ങളുടെ ഭാഷയായി മനസ്സിലാക്കാനും ഒരുമിച്ച് കൂട്ടപ്പെടുവാനും ഇടയാകുന്ന വിധത്തിലേക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് നാനാത്വത്തിലുള്ള ഏകത്വത്തിലേക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പന്തക്കുസ്താനത്തിൽ നമുക്കുണ്ടാവുക. സൈക്കിൾ കയറ്റം പഠിക്കുന്നവർക്കറിയാം, ആദ്യകാലങ്ങളിൽ സൈക്കിൾ പിടിച്ച് ബാലൻസ് ചെയ്ത് നടക്കാൻ പഠിക്കും. പിന്നീട് സൈക്കിൾ ഇടയ്ക്ക് ചവിട്ടി എന്ന് പറയുന്ന രീതിയിൽ അത് ചവിട്ടി മുൻപോട്ട് പോകും. ഒടുവിൽ ഒരുവിധം ബാലൻസ് ആകുമ്പോൾ മൂത്തവര്, മിക്കവാറും മൂത്ത ജ്യേഷ്ഠൻ പിറകിൽ പിടിച്ച് ഇളയവനെ മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോ പിറകിൽ പിടിച്ചിരിക്കുന്ന ചേട്ടൻ എന്നെ വീഴാതെ കാക്കുമെന്ന ഒരു ബോധ്യം അനുജനുള്ളത് കൊണ്ട് അവൻ സന്തോഷവാനായി ഉന്മേഷത്തോടു കൂടി സൈക്കിൾ ചവിട്ടും. കുറച്ചു കഴിയുമ്പോൾ അനുജനറിയാതെ ചേട്ടൻ പിടിവിടും. അനുജന്റെ വിചാരം അപ്പോഴും ചേട്ടൻ പിറകിൽ പിടിച്ചിട്ടുണ്ടെന്ന്. കാരണം ചേട്ടൻ എന്ന സാന്നിധ്യത്തിന്റെ ആത്മധൈര്യമാണ് ആ അനുജനെ അന്നു മുതല് ബാലൻസ് ചെയ്ത് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഘടകമായി നിൽക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന ആ ഒരു ബോധ്യത്തിൽ നമ്മെ അടിയുറച്ച് നിർത്തുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ബാലൻസ് പോകാതെ നമ്മുടെ ചേർന്ന് നിൽക്കുന്നവരായ ദൈവത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവിന്റെ ശക്തിയാണ്, ആത്മവിശ്വാസത്തിന്റെ ശക്തിയാണ്, ധൈര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിതങ്ങളിലൊക്കെയും നമ്മെ ഭരണിപ്പിച്ചിരിക്കുന്ന നമ്മുടെ വിശുദ്ധ പ്രകാശങ്ങളിലൂടെയും വിശുദ്ധ വേദപാഠത്തിലൂടെയും മാതാപിതാക്കളിലൂടെയും ഗുരുക്കന്മാരിലൂടെ ലഭിച്ചിരിക്കുന്ന ക്രിസ്ത്യ വിശ്വാസത്തിന്റെ നല്ല പാഠങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ജീവിത മാതൃകകൾ കൊണ്ട് പ്രഘോഷിക്കുവാനുള്ള ആത്മധൈര്യം നമുക്ക് നൽകുന്നത് നാം ചവിട്ടുന്ന ജീവിതമാകുന്ന സൈക്കിളിന്റെ പിറകിൽ ക്രിസ്തു എന്ന ശക്തി നമ്മോട് ചേർന്ന് നിൽക്കുന്നു. ആത്മാവിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസവും ആത്മധൈര്യവുമാണ്. ഈ പന്തക്കുസ്താനത്തില് നമ്മുടെ ജനനത്തിരുനാളിന്റെ, വിശ്വാസത്തിലുള്ള നമ്മുടെ ജനനത്തിരുനാളിന്റെ അനുസ്മരണം കൊണ്ടാടുമ്പോൾ, ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അവരായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കാരണം അപ്പോസ്തലന്മാർക്ക് അന്ന് ആത്മാവിന്റെ നിവേശനം ഉണ്ടായപ്പോൾ അവർ ചെയ്തത് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രസംഗിക്കുവാനുള്ള, സംസാരിക്കുവാനുള്ള കൃപ ലഭിച്ചുവെന്നാണ് വചനം പറയുക. ഓരോരുത്തർക്കും അവർ മനസ്സിലാകുന്ന വിധത്തില് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോടൊപ്പമായിരിക്കുവാനും അവർക്ക് വേണ്ടി അവരായിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനും, എല്ലാവരും നമുക്ക് വേണ്ടി മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് ഈ പന്തക്കുസ്താനത്തിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ നാനാത്വത്തിൽ ഏകത്വമുള്ള സഭയായി നമ്മുടെ സമൂഹം വിശ്വാസത്തിലെ മാതൃകയിൽ വളരുന്ന ഓർമ്മയുടെ ദിവസമായി ഈ ദിവസവും ഇന്നു മുതലുള്ള മറ്റു ദിവസങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടെ ഉണ്ടാവട്ടെ. ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി, ശക്തി നൽകി, ആത്മധൈര്യം നൽകി നമ്മുടെ ജീവിത യാത്രകളിൽ ബാലൻസ് തെറ്റാതെ മുൻപോട്ട് പോകുവാൻ നമ്മെ കരുത്തരാക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആവാസം നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ഇന്ന് പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ എഴുത്തിരുത്തുന്ന ഒരു ചടങ്ങ് നടത്തപ്പെടാറുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ആദ്യ അക്ഷരം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുരുന്നുകളെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും സൗന്ദര്യം വളർന്നുവരുവാനും ഇടയാകുന്ന പ്രക്രിയയിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ ഈ വിശുദ്ധ കൂദാശകളും ഇന്നത്തെ അനുസ്മരണ പ്രാർത്ഥനകളും സഹായിക്കട്ടെ. ആദ്യ അക്ഷരങ്ങളിൽ കുരുന്നുകൾക്കും അധ്യാപനത്തിന്റെ നല്ല പാഠങ്ങൾ നൽകുന്ന ഗുരുക്കന്മാർക്കും, പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ലോകമെമ്പാടും മിഷണറി പ്രവർത്തനം നടത്തുന്ന എല്ലാ മിഷണറിമാരെയും പന്തക്കുസ്ത തിരുനാളിന്റെ ആത്മാവിന്റെ നിവേശനത്തിന്റെ
ശക്തിയുടെ ഓർമ്മകൾ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്താൻ തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തിരുനാമങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകം വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സ്വന്തരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവന്റെ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അധ്യക്ഷ പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷകരിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മീയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ ഉപദേശങ്ങളിലൂടെ ദൈവജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗതാശിക ജീവിതത്തിലൂടെ നിങ്ങൾ വിശുദ്ധി വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാരുടെ പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിതക്ലേശമതി വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിതരണങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷകരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷത്തെ കൊണ്ട് ശക്തമായ ശക്തനായ ദൈവമേ, നിങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ. അങ്ങനെ നിങ്ങൾ എല്ലാവരും നിശ്ചിതമായി സാക്ഷ്യം വഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോലാത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാരോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ.
പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിടട്ടെ ആമേനാമേ. മർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നും നീക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മോട് തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉച്ചിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ദൈവത്തെ മോദാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തിറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനയുടെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരന്റെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രികന്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതനും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന
എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അബ്രാഹം യാക്കോബിന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സുഖവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിവൈമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ
തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന, ദാവീദിൻ സുതനോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീഥിയിലോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ.
ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ചുമച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മമ്മദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ
സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാത്രയോടും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ട പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ സ്നേഹത്താൽ ഒന്നിപ്പിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോകൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപൂർവ്വം ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം.
കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അങ്ങ് പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഈശോ അരൂപിയിൽ എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഗായക സംഘത്തോട് ചേർന്ന് പ്രാർത്ഥനാ ഗാനത്തിൽ ഒരുമിച്ച് ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈശോയുടെ ശരീരവും രക്തവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി അരൂപിയിൽ ദിവ്യകാരുണ്യമായി എത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ. കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ, നിറമേകും മഴവിൽ കൊടി വാനിൽ ചേരുമ്പോൾ, സ്വയമേ മറന്നു നിന്നിൽ ചേരുന്നീശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ. ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ, നവ്യഭോജ്യമായെന്നാവിൽ വാ പൊന്നീശോയേ.
സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും ഇടയന്റെ സ്നേഹം നിറയും നിന്റെ മൊഴികൾ തൻ ശാന്തി അറിയും നിൻ ചിറകിൻ്റെ കീഴിൽ കണ്ണു പൂട്ടി സ്വസ്ഥമായി ഞാൻ മയങ്ങും ഈശോയേ കുളിരേകും മഴനീർ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ നിറമേകും മഴവിൽ കൊടിവാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ ദിവ്യകാരുണ്യമായുള്ളിൽ വായൻ ഈശോയേ നവ്യഭോജ്യമായ നാവിൽ വാ പൊന്നീശോയേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ദീർഘവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം
ദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിറച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. ഉദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ ഗൗരവമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ പാപങ്ങളെ മോചനത്തിനും കാരണമാവട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എല്ലാവർക്കും സത്യനാളിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും നൽകട്ടെ. മതബോധന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഇടവകയിലെ എല്ലാ വിശ്വാസ പരിശീലകരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ മതബോധന അധ്യാപകരുടെ മീറ്റിംഗും പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ,
ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോൾ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.